ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കളമശ്ശേരി പോളിടെക്നിക് കഞ്ചാവ് കേസിൽ ഒന്നാം പ്രതി ആകാശിന് ജാമ്യമില്ല. പരീക്ഷ എഴുതാൻ ജാമ്യം നൽകണമെന്ന ആകാശിന്റെ ആവശ്യം അംഗീകരിച്ചില്ല. ഈ ഘട്ടത്തിൽ ജാമ്യം നൽകാനാവില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ഡാനി ഇപ്പോൾ ചേരുന്നു. ഡാനി, ഹൈക്കോടതി കടുത്ത നിലപാടാണ് എടുത്തിരിക്കുന്നത്. കാരണം പരീക്ഷ എഴുതാൻ പോലും ജാമ്യം അനുവദിച്ചില്ല. ഈ കേസിന്റെ ഒരു പ്രാധാന്യമാണോ കോടതി കണക്കിലെടുത്തത്? അത് തന്നെയാണ് സജിത്ത്. കാരണം ഇതിൽ പരീക്ഷ എഴുതാനും ഈ ഘട്ടത്തിൽ ജാമ്യം അനുവദിക്കാനാവില്ല എന്ന കർശന നിലപാടാണ് ഹൈക്കോടതി സ്വീകരിച്ചിട്ടുള്ളത്. കേസിലെ ഒന്നാം പ്രതിയാണ് ആകാശ്. ആകാശിൽ നിന്നാണ് കൂടിയ അളവിൽ കഞ്ചാവ് കണ്ടെടുക്കുകയും ചെയ്തത്. ആദ്യഘട്ടത്തിൽ അറസ്റ്റായ 3 പേരിൽ അതിൽ 2 പേർക്ക് സെഷൻ ജാമ്യം ലഭിച്ചിരുന്നു. അവരിൽ നിന്ന് കഞ്ചാവ് ഒരു പരിമിതമായ രീതിയിലാണ് കണ്ടെടുക്കുകയും ചെയ്തത്. സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളായിരുന്നാൽ ആകാശിന്റെ കണ്ടെത്തൽ വിപരീതമാണ്. ആകാശിൽ നിന്ന് കൂടുതൽ അളവിൽ കഞ്ചാവ് കണ്ടെത്തുകയും ചെയ്തിരുന്നു. അത് മാത്രവുമല്ല, ഈ കേസിൽ ഇയാൾക്കുള്ളൊരു ബന്ധമടക്കമുള്ള കാര്യങ്ങൾ പോലീസ് കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. കഞ്ചാവ് ശൃംഖലയുമായിട്ട് തന്നെ ഇയാൾക്ക് നേരിട്ട ബന്ധമുണ്ട്. ഇതിൽ കഞ്ചാവ് എത്തിക്കുന്നതിൽ പ്രധാന കണ്ണിയാണ് ആകാശ് എന്നതടക്കമുള്ള വളരെ സുപ്രധാനമായ വിവരങ്ങൾ ഈ അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തു. ഇതിന്റെ ഈ കാര്യങ്ങൾ കൂടി കോടതിയിൽ ബോധിപ്പിച്ചിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പരീക്ഷയാണ് എന്നുള്ള കാരണങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടും ഹൈക്കോടതി വളരെ കർശനമായ നിലപാടിലെത്തിയത്. പരീക്ഷ എഴുതാൻ ജാമ്യം നൽകണമെന്ന ആകാശിന്റെ ആവശ്യമാണ് കോടതി അംഗീകരിക്കാതിരുന്നത്. ഈ ഘട്ടത്തിൽ ജാമ്യം നൽകാൻ കഴിയില്ല എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. സജിത്ത്, ആകാശിന് ജാമ്യമില്ല. കളമശ്ശേരി കഞ്ചാവ് കേസിൽ കടുത്ത നിലപാടുമായി ഹൈക്കോടതി.